എന്താണ് നിന്റെ ആഗ്രഹം? പറയ്, കേൾക്കട്ടെ. എനിക്ക് വേണ്ടി അമ്മയ്ക്ക് ഒരിക്കൽ കൂടി മണിചന്ദ്രമാല അണിയാൻ കഴിയുമോ? അമ്മ അതണിഞ്ഞ ഞാൻ വിശാൽ സാറിനെ വിളിച്ചുകൊണ്ട് വന്ന് അത് കാണിച്ചു കൊടുക്കാം. വിശാൽ സാറിന് അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവും. ഇല്ല മോളെ, ഇപ്പോൾ അതിന് സാധിക്കില്ല. വിശാലിന് ദർശനം കൊടുക്കാൻ എനിക്കാകില്ല. ഞാൻ വിചാരിച്ചാൽ പോലും എനിക്കതിന് സാധിക്കില്ല. ആത്മാക്കൾക്ക് ചില ശാസ്ത്രങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. നിന്നെപ്പോലുള്ള ചിലർക്ക് മാത്രമേ ഞങ്ങൾ ആത്മാക്കളെ കാണാനാകൂ. ഞാനിപ്പോൾ വന്നത് നിന്നെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. വരുന്ന പൗർണമിയുടെ അന്ന് ചില നിമിഷ നേരത്തേക്ക് ഞാൻ പ്രത്യക്ഷയാവും. അന്ന് എന്ത് ചെയ്യാനാവൂന്ന് നീ ചിന്തിക്കേ. കുറച്ചു സമയത്തേക്ക് പ്രത്യക്ഷയാവുമെന്ന് പറഞ്ഞാ ആ നേരത്ത് എന്ത് ചെയ്യാനാ അമ്മേ? ദൈവമ്മ പോയോ? വിപിൻ സാറേ, സാർ ആരതി. അല്ല, ഇതെന്താ ആരതിയൊക്കെ ആയിട്ട്? വിപിൻ സാറിന് ദൈവവിശ്വാസം ഉണ്ടോ? അതെന്ത് ചോദ്യമാണ് പല്ലവി? ഇവിടുത്തെ എല്ലാവരും ഈശ്വര വിശ്വാസികളല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഈ ആരതി വണങ്ങിയത്. ഞങ്ങളീ കുടുംബക്കാരെ വെറും വിശ്വാസികളൊന്നുമല്ല, കടുത്ത വിശ്വാസികളാ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പൂജകളൊക്കെ നടത്തുന്നത്. ഇത്രയും നാളായിട്ടും അത് നിനക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. പക്ഷേ വിപിൻ സാറിന് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതൊക്കെ എന്തിനാ അറിയുന്നേ? ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്. കാര്യം എന്താന്ന് പറയേ. ഈശ്വരനോട് നമ്മൾ മന ഉരുകി ഒരു കാര്യം ആവശ്യപ്പെട്ടാ ഈശ്വരൻ അത് നടത്തി തരുമെന്ന് വിപിൻ സാർ കരുതുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാ അതിനുള്ള റിസൾട്ട് ദൈവം ഉറപ്പായിട്ടും തരും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പ്രാർത്ഥിച്ചതിന് കൃത്യമായി ഫലം കിട്ടിയ അനുഭവങ്ങള് എനിക്ക് തന്നെ ഉണ്ട്. എനിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് നടത്തി തന്നിട്ടുമുണ്ട്. കൊള്ളാലോ. അപ്പോ ദൈവത്തിന് പ്രിയപ്പെട്ട കുട്ടിയാണല്ലേ പല്ലവി? ആ, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അല്ല, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താന്ന് പറയേ. അതെ, പറയാം. എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരുന്ന ഭഗവാനോട് ഇന്ന് ഞാനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. അതിനു വേണ്ടി എടുത്ത ആരതിയാ ഇത്. ആ, അത് ശരി, അത്രേ ഉള്ളൂ. ഞാൻ കരുതി വേറെ എന്തോ സംഭവമാണെന്ന്. ഇതാണ് വിപിൻ സാറിന്റെ കാര്യം. വിപിൻ സാറിന് എല്ലാം നിസ്സാരോ. പിന്നെ ഞാനെന്ത് വേണം? ഞാൻ ദൈവത്തോട് എന്താ പ്രാർത്ഥിച്ചെന്നും വിപിൻ സാർ എന്താ എന്നോട് ചോദിക്കാത്തെ? ഒരാള് പ്രാർത്ഥിക്കുന്ന കാര്യം മറ്റൊരാള് ചോദിച്ചറിയാൻ പാടില്ലെന്ന്. അതൊന്നും സാരമില്ല. വിപിൻ സാർ എന്നോട് ചോദിച്ചോ? അത് വേണ്ട പല്ലവി. പ്രാർത്ഥിച്ചത് എന്തായാലും അത് നിറവേറട്ടെ. ചോദിക്കാൻ അത്ര വലിയ പ്രയാസമാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കും വിപിൻ സാറിനും കല്യാണം നടക്കണമെന്നാ. ആ, അത് നല്ല കാര്യമാണല്ലോ. ശരി, പല്ലവി പ്രാർത്ഥിച്ചതുപോലെ തന്നെ പല്ലവിയുടെ കല്യാണം നല്ല രീതിയിലും എന്റെ കല്യാണം നല്ല രീതിയിലും നടക്കട്ടെ. ഇങ്ങനൊരാളും. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും സാറിന് ഒന്നും മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിലേ ഞാനങ്ങ് തുറന്നു പറയാം. എനിക്ക് വിപിൻ സാറിനെ ഇഷ്ടം. വരുന്ന പൗർണമിയുടെ അന്ന് ഞാൻ ചന്ദ്രപൂജയൊക്കെ ചെയ്ത് നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ.
ഇതാണ് കുഴപ്പം. ഞാൻ എന്ത് പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോഴും ഈ വിപിൻ സാർ അങ്ങ് മുങ്ങിക്കളയും. ഹലോ ആന്റി, നിങ്ങൾ മരിച്ചു പോയതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിത് ആരോട് പറയാനാ? നിങ്ങൾക്കിത് ആരോടും പറയാൻ കഴിയില്ലല്ലോ. ഞാൻ ഇവിടെ ചില ഓപ്പറേഷൻസ് നടത്താൻ പോവാ. ചില ഹിഡൻ ഓപ്പറേഷൻസ്, ചില രഹസ്യ നീക്കങ്ങള്. അതിനു വേണ്ടിയാണ് ഈ മൊബൈൽ. ഇതിന്റെ ക്യാമറ ഞാൻ ഓൺ ചെയ്ത് വിശാലിന്റെ മുറിയിൽ രഹസ്യമായിട്ട് വെക്കും. അതെന്തിനാന്നറിയാവോ? കാര്യമുണ്ടെന്നേ. ഒന്നും കാണാതെ ജാസ്മിൻ ഒന്നും ചെയ്യില്ലല്ലോ. ജാസ്മിന്റെ കളികളെ കാണാൻ പോകുന്നേ ഉള്ളൂ. എന്തൊക്കെ തായം കളിച്ചിട്ടായാലും വിശാലിനെ കൊണ്ട് ഞാൻ എന്റെ കഴുത്തിലെ താലി കെട്ടിക്കും ആന്റി. അപ്പോ ആന്റിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടാവണം. പോട്ടെ. ഈ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്ത് ഇതിവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കണമല്ലോ. ഇപ്പൊ ഈ മുറിയിൽ നടക്കുന്നത് മുഴുവൻ ഈ ക്യാമറയിൽ റെക്കോർഡാവും. ജാസ്മിന്റെ ബുദ്ധി എന്താണെന്ന് ഇവിടുള്ളവർക്ക് അറിയില്ല. മോളെ പാർവതി, വിശാലിലുള്ള നിന്റെ വിശ്വാസം നശിച്ച നീ അവരെ ഇട്ട് പോവുമല്ലോ. നിന്റെ വിശ്വാസം തകർക്കാനുള്ള പദ്ധതിയാണ് ഞാൻ ഒരുക്കുന്നത്. ഇന്ന് പൗർണമി പൂജ കഴിഞ്ഞ് നീ അതിൻ്റെ പ്രസാദം വിശാലിന് കൊടുക്കും. അതിനു മുമ്പ് നീ കൊടുക്കാൻ പോകുന്ന ആ പ്രസാദത്തെ ഞാൻ ഉറക്ക ഗുളിക കലർത്തും. ഉറക്ക ഗുളിക ചേർത്ത പ്രസാദം കഴിക്കുന്ന വിശാല് ബോധം നശിച്ചു മയങ്ങും. അന്നേരം ഞാൻ ഇവിടെ വരും. പിന്നെയാണ് സീൻ. ആ സീനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാ. പക്ഷേ അത് കണ്ട നീയെന്നല്ല ഏത് പെണ്ണും വിശാലിനെ വെറുക്കും. സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനൊപ്പം കിടപ്പറ പങ്കിടുന്നത് എനിക്ക് സഹിക്കാനാവോ പാർവതി? ഇതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും ക്യാമറയും ഞാനാണെങ്കിലും നാളെ ഞാൻ എല്ലാവരോടും പറയാൻ പോകുന്നത് വിശാൽ എൻ്റെ ചാരിത്രം നശിപ്പിച്ചു എന്നായിരിക്കും. അങ്ങനെ ഞാൻ നാണം കെട്ടായാലും വിശാലിനെ നേടിയിരിക്കും.
കഴിഞ്ഞു പാർവതി. ആ അപ്പൊ ഇനി ചന്ദ്രഭഗവാനുള്ള നിവേദ്യം സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. നമ്മൾ ഈ പൗർണമി പൂജ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താ പാർവതി? പൗർണമി പൂജ നടത്തുന്നതിലൂടെ എന്ത് ഫലമാണ് നമുക്ക് ലഭിക്കുക? ഗാർഗി, ജ്യോതിഷപരമായും വിശ്വാസമനുസരിച്ചും ചന്ദ്രൻ ദേവിയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനാൽ തന്നെ ദേവീ കടാക്ഷം കിട്ടാനാണ് നമ്മൾ പൗർണമി വ്രതവും പൗർണമി പൂജയും ചെയ്യുന്നത്. ചന്ദ്രദശാകാലം മെച്ചമാക്കാനും ജാതകത്തിലെ ചന്ദ്രദോഷം മാറ്റാനും പൗർണമി വ്രതം ഉത്തമമാണ്. മാത്രമല്ല, ദുരിതശമനവും ഐശ്വര്യവും പൗർണമി പൂജ നടത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിനും ഉണ്ടാവും. അത് ശരി. എന്നാ ഇനി മുതൽ പൗർണമി പൂജ ഞാനും നടത്തും. ആ ഗാർഗി, നിവേദ്യം ചന്ദ്രഭഗവാൻ വെച്ചു കഴിഞ്ഞാൽ കുറച്ചു സമയം നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കണം. എങ്കിൽ മാത്രമേ ഭഗവാൻ ഇവിടെ വന്ന് ഈ നിവേദ്യം സ്വീകരിക്കൂ. അതാണ് വിശ്വാസം. അതുകൊണ്ടേ നമുക്ക് കുറച്ചു സമയം ഇവിടുന്ന് മാറി നിൽക്കാം. ഭഗവാൻ വന്ന് ഈ നിവേദ്യം സ്വീകരിക്കട്ടെ. അതിനുശേഷം ഈ പ്രസാദം എടുക്കാൻ വരാം. വാ. ഇത് കഴിച്ച് പാർവതി നീ നിന്റെ മുറിയിലും വിശാൽ അവൻ്റെ മുറിയിലും ഉറങ്ങണം. അന്നേരം ഞാൻ എൻ്റെ പ്ലാൻ നടപ്പിലാക്കും. ഇന്ന് രാത്രി കഴിഞ്ഞാൽ വിശാലിനെ ഞാൻ എൻ്റെതാക്കി മാറ്റും പാർവതി. ശേഖരമേനോ. പ്രതാപ, എടാ പ്രതാപ, ഇവനിത് എവിടെ പോയി കിടക്കുവാ? കട്ടായല്ലോ. എന്താ ചേച്ചി? ചേച്ചി എന്നെ വിളിച്ചായിരുന്നു? ഞാൻ വിളിച്ചു. നീ ഇത് എവിടെയായിരുന്നു? അല്ല, എന്താ ചേച്ചി, എന്താ കാര്യം? എടാ ശേഖരമേനോൻ വിളിച്ചിരുന്നു. ഓ, എന്നിട്ട് ചേച്ചി അത് അറ്റൻഡ് ചെയ്തോ? ഇല്ലടാ, അത് കട്ടായിപ്പോയി. ഞാൻ നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാ കോള് കട്ടായത്. നീ കൂടെ അടുത്തുണ്ടെങ്കിലല്ലേ അയാളുടെ കോള് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അയാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നീ നിന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞാലല്ലേ ശേഖരമേനോൻ സംസാരിക്കുന്ന ലൊക്കേഷൻ നിന്റെ ഫ്രണ്ടിന് കണ്ടുപിടിക്കാൻ പറ്റും. അതെ, അത് ശരിയാ. ചേച്ചി ശേഖരമേനോനോട് സംസാരിക്കുമ്പോഴേ അവന് ട്രേസ് ചെയ്യാൻ പറ്റൂ. ആ, ഏതായാലും നീ ഇവിടെ വെയിറ്റ് ചെയ്യേ. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാത്ത സ്ഥിതിക്ക് അയാൾ വീണ്ടും വിളിക്കാൻ സാധ്യതയുണ്ട്.
അവൾ കോള് ചെയ്യുന്നില്ലേ? അവളെ കൊണ്ട് കോൾ എടുപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. എടാ ദേ ശേഖര മേനോൻ വീണ്ടും വിളിക്കുന്നുണ്ട്. ആ നീ നിന്റെ ഫ്രണ്ടിനെ വിളിച്ച് വിവരം പറയും വേഗം. ചേച്ചി കോൾ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിക്കേ. ഞാൻ പറയാതെ കട്ട് ചെയ്യരുത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കട്ടെ. ഞാൻ പറയുന്നത് കട്ട് ചെയ്യരുതേ. ശരി. ഹലോ പ്രഭാവതി, എന്നെ കൊല്ലാനുള്ള നിന്റെ പദ്ധതികൾ എവിടം വരെ എത്തി? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരെ കൊല്ലുന്ന കാര്യ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ എന്തിനാ നിങ്ങളെ കൊല്ലുന്നേ? എടാ അയാളിപ്പോൾ ചേച്ചി വിളിച്ചു. ആ അവരിപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നീയേ അയാളുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വേഗം പറ. പ്രഭാവതി, നിന്റെ അഭിനയവും അടവും എന്നോട് ഇറക്കരുത്. ദേ വെറുതെ ഇരിക്കുന്ന എന്നെ വിളിച്ച് നിങ്ങൾ അനാവശ്യം പറയരുത്. നിന്റെ അഭ്യാസത്തിനൊക്കെ അവസാനമായി പ്രഭാവതി. നീ എത്ര നാൾ ആ വീട്ടിനുള്ളിൽ കഴിയും? നീ അതിനകത്ത് അടയിരിക്കുന്നത് കൊണ്ടാ നിന്നെ കൊല്ലാൻ ഞാൻ വൈകുന്നത്. അവിടെ കയറി വന്ന് നിന്നെ കൊല്ലാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഏതായാലും നീ എന്നും അതിനകത്തിരിക്കില്ലല്ലോ. ഒരു ദിവസം നീ പുറത്തിറങ്ങുമല്ലോ. ആ ദിവസവും കാത്തിരിക്കുക ഞാൻ. നീ പുറത്തിറങ്ങുന്ന ദിവസം നിന്നെ ഞാൻ കൊന്നിരിക്കും പ്രഭാവതി. എന്തായി? ലൊക്കേഷൻ കിട്ടിയോ? എവിടെയാ ലൊക്കേഷൻ? അതാണോ ലൊക്കേഷൻ? എടാ നിനക്ക് ഉറപ്പാണോ? ശരിടാ, ഞാൻ വിളിക്കാം. ആ എടാ ലൊക്കേഷൻ കിട്ടിയോ? എവിടെ നിന്നാ ശേഖരമേനോൻ സംസാരിച്ചത്? അയാൾ സംസാരിച്ചത് നമ്മുടെ ഈ വീടിന്റെ പരിസരത്തു നിന്നാ ചേച്ചി. ഇതിന്റെ പരിസരത്ത് നിന്നോ? അപ്പോ അയാൾ ഇവിടെ എവിടെയോ തന്നെയുണ്ട്. നീ വാ പ്രതാപ, നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ നോക്കാം. വിശാൽ സർ. ആ പാർവതി വാ. എന്താ ഇത്? ഇന്ന് പൗർണമിയല്ലേ? ഇത് ചന്ദ്രഭഗവാന് നിവേദിച്ച പ്രസാദാ. ഞാനിത് വിശാൽ സാറിന് തരാൻ വന്നതാ. അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാ പൗർണമിക്കും ചന്ദ്രഭഗവാന് നിവേദ്യം സമർപ്പിക്കും. അമ്മ മരിക്കുന്നിടം വരെ ആ പതിവിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പ്രസാദം നിവേദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കൊണ്ടുവരും. എന്നിട്ട് അതെനിക്ക് വാരിത്തരും. ഇപ്പം അത് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത നൊമ്പരം തോന്നുക പാർവതി. ഇനി അതേക്കുറിച്ച് ഓർമ്മിക്കാനല്ലേ സാധിക്കൂ. ഇനി ഒരു പൗർണമിക്കും ചന്ദ്രന് പ്രസാദം നിവേദിക്കാൻ അത് എന്നെ ഊട്ടാനും അമ്മ വരില്ലല്ലോ. സാറ് വിഷമിക്കാതിരിക്കുക. അമ്മ ഒരു ദിവസം വരും, സാറിനെ കാണും. പിന്നിപ്പോ അമ്മയ്ക്ക് പകരം ഞാനുണ്ടല്ലോ സാറിന്. അമ്മയ്ക്ക് പകരാവില്ലെങ്കിലും അമ്മയുടെ കുറവറിയാതെ